ഹായ് ഗായ്സ്, ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ നടക്കുന്ന തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷനാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ കയറി ചെല്ലാൻ തന്നെ പോവാണ്. അപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടും എക്സിബിഷൻ കാണാൻ വേലക്കാരി കഴിയുമ്പോൾ ചൂടൊന്നുണ്ടായിരുന്നില്ല. സമയം നോക്കി പോകാം. ഞാൻ കവാടത്തിൻ്റെ അവിടെ എത്തി. ടിക്കറ്റ് എടുക്കാൻ നിൽക്കാട്ടോ. ഒരാൾക്ക് 35 രൂപയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറാനായിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് കവാടത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഇത് അടിപൊളിയാട്ടോ കാണാൻ. നോക്കണ്ട കവാടം. ആഹാ, എന്താ രസമല്ലേ. ഞങ്ങൾ എല്ലാ കൊല്ലം വരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലത്തൊക്കെ തന്നെയായിരുന്നു, സെയിം തന്നെയായിരുന്നു. ഇനി ഉള്ളിലേക്ക് കയറിയാലറിയാം എങ്ങനെയാന്ന് കേട്ടോ. സൂപ്പറാന്ന് വിചാരിക്കാം. കുറച്ച് നേരം കവാടത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കുറേ എടുത്തു. പിന്നെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട കുറേ സാധനങ്ങൾ ജസ്റ്റിന് വില കുറവൊക്കെ ഉണ്ടായിരുന്നു, ഒന്നാലും വില കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. പിന്നെ ലേഡീസിന് വെച്ചാൽ കുറേ കമ്മലും അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ സെലക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. ഞങ്ങൾ ചൂട് കുറവ് നോക്കിയിട്ട് ഒരു 3 മണി 4 മണി നേരത്താണ് പോയത്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും പർച്ചേസ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ക്യാപ്പ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കാണാനാണ് നമുക്ക് ഏറ്റവും രസം. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, അടിപൊളിയാണ്. ഭയങ്കര തിരക്കായിരുന്നു. പൂരത്തിൻ്റെ പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. ഒരു വൈകിങ്ങായിരുന്നു. ക്യൂ ആയിട്ടാണ് ഞങ്ങൾ പോയത്. കണ്ട ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. പിന്നെ കുറേ നല്ല രസമുണ്ടായിരുന്നു. കപ്പുകൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കമ്മൽ സെക്ഷൻ ലേഡീസിന് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരാനും തോന്നില്ല കേട്ടോ. അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു. മാല കമ്മൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരത്തിന് ഇടയിൽ കുറേ സാധനങ്ങളൊക്കെ ഇല്ല. എന്നാലും ഇത് എടുത്ത് കാണിക്കാൻ പറ്റാത്തൊരു സാധനം കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ഈ മിഠായികളൊക്കെ ഇല്ലേ, നമ്മുടെ നൊസ്റ്റാൾജിയ ഇത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. കുറേയൊക്കെ മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസ് മിഠായികൾ തന്നെ കുറേ ഉണ്ടായിരുന്നു. നൊസ്റ്റാൾജിയ തന്നെയല്ലേ നമ്മുടെ ചെറുപ്പക്കാലത്തെ എല്ലാതരം മിഠായികളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സുഗന്ധം ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് കറുകപ്പട്ട ഏലക്കായ പിന്നെ എല്ലാവിധ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. കീ ചെയിൻ എല്ലാം തന്നെ അവിടെ ഇഷ്ടമാണ്. പലതരം കയറിയിട്ട് ഇറങ്ങാൻ തന്നെ പെട്ട പാടി. അത്രയും തിരക്കും ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. ചുറ്റിക്കാണാൻ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും പോകണട്ടാ, പോയി ഒന്ന് കാണണം. എന്നാലും നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയില്ല. നമ്മുടെ പോയി അവിടെ കണ്ട് നമ്മളവിടെ പർച്ചേസ് ചെയ്ത് എന്നാൽ മാത്രമേ നമുക്ക് എക്സിബിഷൻ്റെ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. തൃശ്ശൂരുകാരുടെ അടുത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും എല്ലാ കൊല്ലം പോകണ്ട. പുറമൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്ന് കാണാനായിട്ടൊരു അല്ലായിരിക്കും. ആർക്ക് വേണമെങ്കിൽ വന്ന് കാണാം. അത്രയും സൂപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റംസുകൾ മേടിക്കാനും അടിപൊളിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായത്. അതേപോലെ തന്നെ നല്ല ഇഷ്ടം പോലെ എന്താ പറയുക, എനിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയധികം മേടിക്കാൻ നമുക്ക് കാണാൻ. കൂടുതലും നമ്മുടെ കേരളത്തിലുള്ളവരൊന്നുമല്ല, പുറത്തുനിന്ന് ഈ രാജസ്ഥാനികൾ ഗുജറാത്തികൾ
അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ കുറേ പല നമുക്ക് കാണാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട കുബേരം കുഞ്ച് കുറേ ഇന്ത്യൻ സിനിമയിലെ നടന വിസ്മയം കമലഹാസൻ അഭിനയിച്ച സൂത്രഹിറ്റായ ഗുണ എന്ന ചിത്രത്തിലെ പിന്നെ അല്ല ഞങ്ങൾ പുറത്തെത്തിയപ്പോൾ കണ്ട ഹായ് കണ്ട ഇത് പൊള്ളിയായിരുന്നു. ഇതിൻ്റെ അടുത്തൊക്കെ എന്ത് കാണാമായിരുന്നു എന്നറിയോ, നല്ല രസമായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എക്സിബിഷൻ്റെ അവിടെ പുറത്ത് വന്നു. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്.